മുംബൈ പോലീസും മെമ്മറീസും ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് വന്ന് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ പുറത്തിറങ്ങിയ പൃഥ്വിരാജിന്റെ മറ്റൊരു പോലീസ് വേഷം. വീണ്ടും പോലീസോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് ഞാൻ പറയട്ടെ, ഇതിനു മുൻപ് നിങ്ങൾ കണ്ട എന്റെ പോലീസ് കഥാപാത്രങ്ങളെ പോലെയല്ല, കുറച്ചധികം വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമ അനൗൺസ് ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇന്നും ഓർക്കുന്നു. എന്റെ ആള് പറഞ്ഞതുപോലെ തന്നെ മെമ്മറീസ്, മുംബൈ പോലീസ്, 7th ഡേ 3 പടത്തിലും ആള് പോലീസുകാരനാണ്. പക്ഷെ 3ലും ആള് ഒരു നേരപോ ടൈപ്പ് പോലീസ് കഥാപാത്രമല്ല, മറിച്ച് ഒന്നെങ്കിൽ ഓർമ്മ പോയ, അല്ലെങ്കിൽ സസ്പെൻഷനിലായ, അല്ലെങ്കിൽ സർവീസിൽ ഇല്ലാത്ത, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഔട്ട് ഓഫ് ഓർഡർ ആയിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളായിരുന്നു അവ 3ഉം. പക്ഷെ ഇവ 3ഉം അദ്ദേഹം ചെയ്തു വെച്ച രീതിയിൽ യാതൊരു സിമിലാരിറ്റിയും നമുക്ക് തോന്നില്ല. പിന്നെ ഈ പടത്തിൽ നായകന് ഓപ്പോസിറ്റ് വരുന്ന ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരുടെ ഗ്യാങ്. സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോഴും അല്ലെങ്കിൽ വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും ആ ഗ്യാങ്ങിലെ ആരുടെയെങ്കിലും ഒക്കെ മുഖം വ്യക്തമായി ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും പറയുക വിനയ് ഫോർട്ടിന്റെ മുഖമാണെന്നായിരിക്കും. ഇനി ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ ടൂർണമെന്റ് സിനിമയിൽ അഭിനയിച്ച ആ ഒരു പുള്ളിയുടെ ഫേസും പിന്നെ നമ്മുടെ വിനു മോഹന്റെ അനിയൻ അനു മോഹന്റെ ഫേസും ഓർമ്മ വരും. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും പടത്തിന്റെ അവസാനം ആളുടേത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോളായി മാറുന്നുണ്ടെങ്കിലും പടം കഴിഞ്ഞ് ഒട്ടും ഓർത്തിരിക്കാത്ത ഒരു റാൻഡം ഫേസോട് കൂടിയ ഒരു താടി വെച്ച ആക്ടറും അതിനകത്തുണ്ടായിരുന്നു. എപ്പോഴും ഒരു ഹുഡീസ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു കഥാപാത്രം. പക്ഷെ കാലം കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് തൊട്ട് മുന്നിലത്തെ വർഷം പുറത്തിറങ്ങിയ ദുൽഖർ സൽമാന്റെ ABCD എന്ന ചിത്രത്തിലെ ആ ചുള്ളനായ ഗുഡ് ലുക്കിംഗ് വില്ലൻ കഥാപാത്രം ചെയ്ത ആള് തന്നെയാണ് ഇതെന്നും. പിന്നെ ആ ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയണ്ടല്ലോ. അയാൾ ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായക നടന്മാരിൽ ഒരാളാണ്. എനിവേസ്, പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല ആ സിനിമ ഇറങ്ങിയ കാലത്ത് ട്രെൻഡ് ആയിരുന്നത്. നായകൻ പറയുന്ന ഒരു ഡയലോഗിന്റെ രൂപത്തിൽ പിറന്ന ആ ഒരു ട്രെൻഡ് ഒരുപാട് കാലം നിലനിൽക്കുകയും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അങ്ങിങ്ങായി ആ ഡയലോഗ് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സോ ടു കൺക്ലൂഡ്, പടം തീരുമ്പോൾ പുള്ളി ആ FB പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ മുൻപ് കണ്ട പൃഥ്വിരാജിന്റെ പോലീസ് കഥാപാത്രങ്ങളെ പോലെ ആവില്ല എന്ന സ്റ്റേറ്റ്മെന്റ് അന്വർത്ഥമാക്കിക്കൊണ്ട് പടം അവസാനിച്ചു.